Our Lord. Thank you. Hallelujah. കർത്താവിൻ്റെ കരുണ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നൽകി പ്രാർത്ഥിക്കുന്നു. ഈ വയർമോ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പുകവലിക്കോ? ഇല്ല, അത് പെണ്ണാണല്ലേ? ഈ പുകവലിച്ചിട്ട് നിക്കോട്ടിന്റെ അസുഖമായിട്ടുള്ള വല്ലവരും ഉണ്ടോ? പുകവലിച്ചിട്ട് പുകവലിക്കുന്ന ആരും ഇല്ല. ഒരാളുണ്ട്, പക്ഷെ ആൾക്ക് എന്തോ പുകവലി മാത്രല്ല, കുടിയുണ്ട്. അതേപോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. കർത്താവായത് ശ്രദ്ധിക്കുന്നു. നമുക്ക് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, എല്ലാ ശുശ്രൂഷകളെയും അമ്മയോടെയും ഈശോയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, ഈ കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ കടന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ജീവിത മാർഗങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ കൊടുക്കാൻ ഈശോ ഈ കൂട്ടായ്മ അവിടെ നിന്ന് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ നൽകുവാൻ വേണ്ടി പരിശുദ്ധമ്മ ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദാനങ്ങളും എനിക്ക് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ, അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, നിങ്ങളുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും മധ്യസ്ഥവും ഞങ്ങൾക്കുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന കവാന്മാരാക്കന്മാരെ സംരക്ഷണ വലയം നൽകാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേലേ, ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം, വിശുദ്ധ മിഖായേലേ, ഒരു പിടിച്ച വാളുമായി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ റാഫേലേ, ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കുന്നു. തിന്മയുടെ ശക്തിയോട് പോരാടിയ വിശുദ്ധ റാഫേലേ, രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന വിശുദ്ധ റാഫേലേ, ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും രോഗാവസ്ഥകളും ഞങ്ങൾക്ക് സൗഖ്യപ്പെടുത്തി തരുവാൻ വിശുദ്ധ റാഫേലേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥരെ വിശുദ്ധ ഗബ്രിയേലേ, ഞങ്ങളെല്ലാ കുറിപ്പുകളും പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ പോകാൻ പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 35-ാം തീയതി പരിശുദ്ധാത്മാവിന്റെ അത്യുന്നതന്റെ വെച്ചത് ഇന്ന് ഞങ്ങളിലും പ്രാവർത്തികമാകട്ടെ. നന്മ നിറഞ്ഞ പറയുമേ, സ്വസ്തി, കർത്താവിന്റെ കൂടെ സ്ത്രീകളുടെ പരമായ ഈശ്വരനാകുന്നു. പരിശുദ്ധ പറയുമേ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളൊക്കെ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ ഇങ്ങനെ പോകണം. അത്ഭുതങ്ങളൊക്കെ നടക്കണമെന്ന് പറയണ്ടില്ല. ഞങ്ങൾക്ക് വല്ല അനുഭവം അടയാളങ്ങളൊക്കെ കർത്താവ് തരുന്നുണ്ട്. കുറച്ച് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അത് നല്ലോണം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളുണ്ട് കർത്താവ് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടാ? എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ബുധനാഴ്ചയും ശനിയാഴ്ചയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. മിനി എന്ന് പറഞ്ഞ വല്ലവരും ഉണ്ടോ അവിടെ നിങ്ങളുടെ കൂട്ടായ്മയില്? മിനി എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കാറുണ്ട്. ആൾക്ക് അല്പം വിശ്വാസക്കുറവുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഒന്ന് നല്ലോണം പ്രാർത്ഥിക്കാൻ പറഞ്ഞോളാം ഏട്ടാ. നമ്മുടെ വീട്ടില് കുറച്ച് അസ്വസ്ഥതകൾ കടന്നു വരുന്ന കളിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. 2 ആളുണ്ട്. ഒരാള് വയസ്സായതുണ്ട്, 2 മക്കൾക്ക് ജോലി ഇല്ലാണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ഒരാള് ഭർത്താവ് ഗൾഫിൽ വരണമെന്ന് വെച്ചിട്ട് പ്രാർത്ഥിച്ച് ഗൾഫിൽ വന്നത്. അത് ഈ ചെറുപ്പക്കാരത്തിയാണ്. അതൊരു 38-40 വയസ്സ്. അതാരാ?
ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അവരുടെ കുടുംബത്തിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടാ. ഹാലലിയ ഹാലലിയ. നമുക്ക് യെശയ്യായുടെ പുസ്തകം 66-ാം അധ്യായം 2-ാം തിരുവചനം വായിക്കാം. നമുക്ക് കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റെ ആത്മാവിൽ എളിമയും അനുഭാവവും ഉണ്ടായിരിക്കും. എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. കർത്താവ് പറയാണ്, നമ്മൾ നിരന്തരം വചനം നമ്മൾ വായിച്ച് വചനത്തിലെ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ വചനത്തിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ ഈശോ തരും. പരിശുദ്ധ അമ്മ അതാണ് സ്വീകരിച്ചത് അല്ലേ? പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ചു. അതെന്തുകൊണ്ടാണ്? വചനം സ്വീകരിച്ചപ്പോൾ ഈ ലോകത്തിന് വലിയൊരു അനുഗ്രഹമായി മാറി പരിശുദ്ധ. ഇവിടെ അതിൻ്റെ 5-ാമത്തെ വചനം വായിച്ച്, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ, അവിടുത്തെ വചനം കേൾക്കുകയും, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ അവിടുത്തെ വചനം കേൾക്കുകയും എന്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുകയും പുറത്താക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരൻ കർത്താവിന്റെ മഹത്വം പ്രകടിപ്പിക്കട്ടെ. നിങ്ങൾ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്ന് പരിഹസിച്ചു. എന്നാൽ അവർ തന്നെയാണ് ലജ്ജിതരാകുന്നത്. കണ്ടോ? അപ്പൊ നമ്മള് വചനം പറയുന്ന അനേക വ്യക്തികളെ നമുക്ക് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അവരൊരു പരിഹാസപാത്രമാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഒരു പ്രാർത്ഥനക്കാരന് ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ അറിഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പറയും, അവൻ പ്രാർത്ഥനക്കാരനാ, അവന്റെ സംസാരം കണ്ടില്ലേ. നമ്മൾ തെറ്റിദ്ധരുത്താനാവില്ലല്ലേ എപ്പോഴും. അപ്പോ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വ്യക്തി എപ്പോഴും വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മുന്നിലുണ്ടാകും. നമ്മളെ കല്ലെറിയപ്പെട്ടവരാക്കുന്നവരെ. ഇവിടെ അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിന്റെ അതിന് 1 മുതൽ വായിച്ച് 7-ന്റെ 1 മുതൽ. പ്രധാന പുരോഹിതൻ ചോദിച്ചു, ഇതെല്ലാം സത്യമാണോ? അവൻ പ്രതിവചിച്ചു, സഹോദരന്മാരെ, പിതാക്കന്മാരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ പിതാവായ അബ്രാഹാം ഹമാനിൽ താമസിക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടാമിയയിലായിരിക്കുമ്പോൾ മഹത്വത്തിന്റെ ദൈവം അവന് പ്രത്യക്ഷനായി. കണ്ടോ? ദൈവത്തിന്റെ കൂടെ വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം അവനോട് കൂടി ഉണ്ടായിരിക്കും. അതിന്റെ 54-ാമത്തെ വചനം എന്ന് വായിച്ചൊക്കെ, ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനേകം മക്കൾക്ക് കൊടുക്കുമ്പോൾ അനേകം മക്കൾ ആ ദൈവത്തിന്റെ ആ വലിയ കൃപയ്ക്ക് പാത്രമാകും. എന്നാൽ ദൈവവചനം സ്വീകരിക്കുന്ന ഓരോ മക്കളിലും ദൈവത്തിന്റെ പ്രതീകമായിട്ടുള്ള മക്കളെ പീഡിപ്പിക്കാനായിട്ട് ഈ ലോകം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടാവും. ഒന്ന് വായിച്ച 54. അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ പല്ല് കടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. കണ്ടോ? പിന്നെ എന്റെ 51 മുതൽ വായിച്ച്, ഹൃദയത്തിലും കാതുകളിലും നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ പോലെ തന്നെയാണ് നിങ്ങൾ. പ്രവാചകനാണ് നിങ്ങളുടെ പിതാക്കന്മാർ പീഡിപ്പിക്കാത്തതായി നീതിമാനായവന്റെ ആഗമനം മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊലപ്പെടുത്തി. നിങ്ങൾ അവനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. എങ്കിലും നിങ്ങൾ കളിച്ചില്ല. ഇത് നമ്മുടെ ഈശോയെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന്റെ മക്കളെ കുറിച്ചാണ് പറയുന്നത്. ദൈവം വസിക്കുന്ന ഇടത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അപ്പോ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് തരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ? ഒരു ചോദ്യം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളെന്ന നിലയ്ക്ക് നമ്മൾ ദൈവത്തോട് കൂടി ചേർക്കുമ്പോൾ
സാത്താൻ നമ്മളെപ്പോഴും ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. സാത്താനെ നമ്മളെ എങ്ങനെയെങ്കിലും താഴ്ത്തണം എന്നുള്ളൊരു ചിന്തയാണ്. ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും സാത്താൻ ചെയ്യുന്നത്, ചിലപ്പോൾ നല്ല പ്രവർത്തികളിലൂടെയാവും നമ്മൾ താഴ്ത്തിടുന്നത്. നമ്മളത് വിവേചിച്ചറിയണം. ഇവിടെ റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായത്തിന്റെ അതിന്റെ 15-ഉം 16-ഉം വായിച്ച്. റോമ നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് അടിമത്തത്തിന്റെ മറിച്ച് സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം മക്കളാണെന്ന് ഈ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി. അപ്പൊ ദൈവം മക്കളാണ് നമ്മൾ, അല്ലേ? ദൈവം മക്കളാകുമ്പോൾ നമ്മളെ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നൊരവസ്ഥ ചിലപ്പോൾ നമുക്കുണ്ടാവാം. അത് ചിലപ്പോൾ വീട്ടിൽ നിന്നാവാം, സമൂഹത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മ നിന്നാവാം, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കും. ഇവിടെയൊക്കെ നമ്മതിനെ എതിർക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ടാവും. നമ്മളവരെ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് അവരുടെ പ്രശംസ പറ്റാനല്ല, പക്ഷെ അവർക്ക് ദൈവത്തെ കൊടുക്കുന്ന മക്കളൊക്കെ നമ്മൾ മാറ്റണം. അതിനു വേണ്ടിയാണ് നമുക്ക് പ്രാർത്ഥിക്കുന്നത്. നമ്മളാരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ വീട് പോകാം, പക്ഷെ അതിൽ നിന്ന് എഴുന്നേൽക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കുടുംബത്തിൽ രോഗമായിരിക്കാം, വേദനയായിരിക്കാം, പ്രയാസമായിരിക്കാം, ഇതൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിലും നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കൊന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു. ശരി, അവിടുത്തെ വചനത്താലെ മക്കളോട് സംസാരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സിയായാറാ പ്രവണ്ടില്ല ഹയാറവണ്ട്. ആമേൻ, 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 ആമേൻ. ജീസസ് പവർ ലോർഡ്. താങ്ക് യു ലോർഡ് ജീസസ് പവർ. കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ജീസസ് പവർ, പവർ, ജീസസ് പവർ. കർത്താവിന്റെ വലിയ കൃപയായിരിക്കട്ടെ, കർത്താവിന്റെ വലിയ കരുണയായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ അഭിഷേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വീണിട്ട് കാലുമേ അപകടം പറ്റിയിട്ടുള്ളവരുണ്ടോ? ആൾക്ക് സൗഖ്യപ്പെടുത്തുന്നെന്ന് പറയണ്ടേ? ഹലോ ഷിജോ ബ്രദറെ, വീണിട്ട് കാലുമ അപകടം പറ്റിയിട്ട് വല്ലവരുണ്ടോ? ആളുകൾ അവിടെ സൗഖ്യപ്പെടുത്തുന്നെന്ന് പറയണ്ടേ? കാലുമ അപകടം പറ്റിയിട്ടുള്ളവരുണ്ടോ? എന്നാണെന്നറിയില്ല. ഇങ്ങനെയാ കാണിച്ചത്. വീണിട്ട് കാലുമ അപകടം പറ്റി ആൾക്ക് സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞത് ഇവിടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വല്ലവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ കൂട്ടായ്മയിലൊന്ന് സാക്ഷ്യപ്പെടുത്തുള്ളൂ കേട്ടോ. വലിയൊരു അനുഗ്രഹമാണ് അത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, 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 ആമേൻ. ബ്രദറെ, നിങ്ങളുടെ കൂട്ടായ്മ എന്ന് വല്ലവരും ഇങ്ങനെ അകന്നു പോയിട്ടുണ്ടോ? അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫാമിലിയാണ് കാണിച്ചു തരുന്നത്, എന്തോ അറിയില്ല. അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാം. അതായത് പ്രാർത്ഥന കൂട്ടായ്മയിൽ നല്ല സജീവ പ്രവർത്തകരായിരുന്നു, കുടുംബമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ സ്ഥിരമായിട്ട്. അവരൊന്ന് തിരിച്ചു കൊണ്ടുവരണം കൂട്ടായ്മയിലേക്ക്. അവര് ശക്തമായിട്ട് നിന്നിരുന്നതാണ് കൂട്ടായ്മയിൽ. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് പറ്റുമെങ്കിൽ ഒരു ദിവസം ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വരും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവരെ തിരിച്ചു കൊണ്ടുവരണം. ഇവിടെ യാക്കോബിന്റെ എനിക്കിങ്ങനെ മെസ്സേജ് തരണത് കൊണ്ട് എൻ്റെ ഗ്ലാസ് വിട്ടു പോകണം. കുഴപ്പമുണ്ടോ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ക്രമീകരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. യാക്കോബ് 5:19 വായിച്ച്.
യാക്കോബ് 5:19. 5:19. എന്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ എന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. കണ്ടോ, അത് വലിയൊരു അനുഗ്രഹമാണ്. എന്തോ എനിക്കറിയില്ല, എനിക്ക് മെസ്സേജ് പറയാനാണ് ഇപ്പൊ ഇങ്ങനെ വരുന്നത്. ഞാൻ തന്നെ ക്ലാസ് കൊടുക്കാൻ കുഴപ്പമില്ല ഏട്ടാ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനത് ബ്ലോക്ക് ചെയ്യാൻ പറ്റാവുന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്തോളാം ഏട്ടാ. വചനം ഇങ്ങനെ മാറി പോകണം. കർത്താവിനോട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ അനുഗ്രഹിക്കണം, ഈശോയെ അനുഗ്രഹിക്കണം, ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളുടെ കൂട്ടായ്മയിലെ ഏതെങ്കിലും കുട്ടി പനിയായിട്ട് കിടന്നിട്ട് ആശുപത്രിയിലേക്ക് ഈ ആഴ്ചയിൽ കൊണ്ടുപോയിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടായ്മയിലാണ് പറഞ്ഞത്. ഒരു കുട്ടി, ആൺകുട്ടിയാണ്, ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടോ? കൊണ്ടുപോയിട്ടുണ്ടോ? കുഴപ്പമില്ല, ചെറിയ കുട്ടി, ഒരു 8-9 വയസ്സ്, 9-8 വയസ്സ് പ്രായം, അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ വല്ലവരുണ്ടോ? അപ്പോ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. ഓക്കെ. ഹല്ലേലൂയ, 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 നിങ്ങളുടെ ഗ്രൂപ്പിലൂടെ നിങ്ങളുടെ ഗ്രൂപ്പിലെ വലിയ അത്ഭുതങ്ങളും നല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. വരങ്ങളാൽ നിങ്ങളുടെ കൂട്ടായ്മ നടക്കുന്നുണ്ട്. അപ്പൊ വരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവ്. അപ്പോ വരങ്ങള് നിങ്ങളുടെ കൂട്ടായ്മയിലെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് പ്രവചിക്കാനുള്ള കഴിവ് കർത്താവ് തരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് അങ്ങനെ നോക്കിക്കോളൂട്ടാ. എന്തായാലും നമുക്കൊന്ന് പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് എടുക്കാം. 1 കൊറിന്ത്യസ് 12-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിച്ച്. 1 കൊറിന്ത്യസ് എല്ലാവരും മ്യൂട്ട് ചെയ്തോ, അല്ല മൈക്ക് ഓൺ ആക്കിക്കോ. എനിക്ക് നിങ്ങളെ വർത്തമാനം കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാന്ന് വിചാരിക്കും. 1 കൊരിന്തോസ് 12-ാം അധ്യായം 4 മുതൽ 9 വരെ 11 വരെ വായിച്ചേ. ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനിക്കാനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. കർത്താവ് പറയാണ്, നിങ്ങൾക്ക് തന്നെ കർത്താവ് കുറെ വരങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ഈശോയ്ക്കോട് ഈശോട് പ്രാർത്ഥിക്കേണ്ടതല്ല പറയണേ. നമുക്കൊരു സഹായകനായ പരിശുദ്ധ കൂടെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 15-16 വായിച്ച്. യോഹന്നാൻ 14, 15, 16.
14-ാം അധ്യായം 15-16 വായിക്കും. 17 വരെ വായിച്ചു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന ഞാൻ പിതാവിനോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങൾ ആയിരിക്കുകയും ചെയ്തു. കണ്ടോ, പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ മാമോദീസയിലൂടെ കിട്ടിയ ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനാണ് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകും. പരിശുദ്ധാത്മാവാണ് പിന്നെ നമ്മളെ നയിക്കുന്നത് എല്ലാം ആനുകൂല്യങ്ങളും തന്നുകൊണ്ട്, അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ തന്നുകൊണ്ടാണ്. ആനുകൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആനുകൂല്യം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും അല്ലെ, ഒരു ശമ്പളത്തിന് നിൽക്കുന്ന ഒരു വ്യക്തി, അവന്റെ ആ ശമ്പളത്തിന് നിൽക്കുന്ന വ്യക്തിക്ക് അവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും. അതുപോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകമാണ് നമുക്ക് നൽകുന്നത്. ഈ അഭിഷേകം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലുള്ള തിന്മയുടെ ശക്തികളെ നമ്മുടെ അടുത്ത് മാറ്റുവാനും ദൈവരാജ്യത്തിന് വേണ്ടി അവിടെ നിന്ന് നമ്മളെ ഉപയോഗിക്കാനുമായി നമ്മൾ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മളിലേക്ക് ചൊരിയാൻ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ കൂട്ടായ്മയിൽ നമ്മുടെ ഇടവക പള്ളിയോ അല്ലെങ്കിൽ നിത്യാരാധന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിരുന്നു നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. എപ്പോഴും പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണം, പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണം, പരിശുദ്ധാത്മാവെ എൻ്റെ കൂടെ വസിക്കണം, പരിശുദ്ധാത്മാവെ നിന്റെ ആ വലിയ അഭിഷേകം തന്ന് ഞങ്ങളെ നയിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആത്മാവിൻ്റെ വലിയ ഹിതമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെ വായിച്ച 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4 മുതൽ വായിച്ചു. നിങ്ങളുടെ ശരീരം സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവിനാൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഈ കാര്യങ്ങളെ പ്രതികാരം ചെയ്യുന്നതാണ് കർത്താവ്. അശുദ്ധിയിലേക്ക് വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മൾ വെച്ചിട്ടുള്ളത്. അതിനാൽ ഈ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെ ആണ്. കണ്ടോ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെ. ത്രിത്വത്തിന്റെ 3ാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം എപ്പോഴും നമ്മളിൽ കടന്നു വരിക. നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കണം. നമുക്ക് വേദനകളുണ്ടെന്നേ, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അകന്നു പോവാതെ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ. അതിനുവേണ്ടി നമുക്ക് കഷ്ടതകളും വേദനകളൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ മാറിപ്പോകരുത്. അത് നമുക്ക് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ പറയാണ് 2 തെസ്സലോനിക്ക 2 തിമോത്തിയോസിന്റെ ലേഖനത്തിലെ 2-ാം അധ്യായത്തിന്റെ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരുന്നവന് വായിച്ച്. യേശുക്രിസ്തുവിന്റെ നല്ല പടയാളി പോകും കഷ്ടപ്പാട് സൈനിക ഏർപ്പെട്ടിരിക്കുന്ന പടയാളി സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം അനുസരിക്കാത്ത ഒരു കാര്യം കിരീടം ലഭിക്കുകയില്ല. അധ്വാനിക്കുന്ന കർഷകനാണ് വിളവിന്റെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അവധാനപൂർവ്വം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ട കഴിവ് കർത്താവ് നിങ്ങൾക്ക് തരും. കണ്ടോ, അവിടെ തരും. ഒരു വാഗ്ദാനമാണ് അവിടെ ചെയ്യുന്നത്. കർത്താവിന്റെ വലിയ അഭിഷേകം നമ്മളിൽ ചൊരിയാൻ
കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമുക്ക് കിട്ടാൻ നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കണം. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി എങ്ങനെ നമ്മൾ അറിയും? നമ്മളിലെ ആ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഇവിടെ അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിന്റെ 44-45 വരെ വായിച്ചാൽ അപ്പോസ്തല പ്രവർത്തനം 44-45 ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വിജാതിയുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം സ്പർശിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് കൂടി വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സാധിക്കുമോ? കണ്ടോ, പരിശുദ്ധാത്മാ കൂട്ടായ്മയിലൂടെ നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമുക്ക് നൽകും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കൂട്ടായ്മയാകുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. എവിടെയാണ് കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നത്? കണ്ടോ, ഇവിടെ പറഞ്ഞത് എന്തിനെ പത്രോസ് കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും പരിശുദ്ധാത്മാവ് വന്നു. വിജാതിയുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ എന്താണ്? കൂട്ടായ്മയിലൂടെയാണ് പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം നൽകുന്നത്. അവിടെ കൂട്ടായ്മയിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും എന്താ പറയാ, ഭാഷാവരം കിട്ടും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് പ്രവചനവരം കിട്ടും, ജ്ഞാനത്തിന്റെ വരം കിട്ടും, വിവേകത്തിന്റെ വരം കിട്ടും, വചനം പറയാനുള്ള കൃപ കിട്ടും. ഇതൊക്കെ നമുക്ക് തരും. ഇത് നമുക്ക് കിട്ടുമ്പോൾ നമ്മള് പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തുമ്പോഴാണ് നമ്മളിലൂടെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും കൂട്ടായ്മയിലൂടെ സംഭവിക്കും, അല്ലെ? വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം എന്ന് വായിച്ചേ. വെളിപാടിന്റെ പുസ്തകം 19:1 വായിച്ചു. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിന്റെ ഇതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവം. കണ്ടോ, രക്ഷയും ശക്തിയും മഹത്വവും നമ്മുടെ. അപ്പൊ അവിടെ ത്രിത്വം വന്നു, അല്ലെ? ആരാണ്? രക്ഷ ക്രിസ്തു വന്നു, മഹത്വം ആര് വന്നു? പിതാവായ ദൈവം വന്നു, പരിശുദ്ധാത്മാവ് വന്നു, അല്ലെ? ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അല്ലേ? അപ്പൊ ത്രിത്വത്തിന്റെ സ്ഥാനത്തിലാണ് നമ്മൾ അവിടെ ഓരോ കാര്യങ്ങളും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞത്, അല്ലേ? അവിടെ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം പറയുന്നുണ്ട്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലെ ആവശ്യിക്കും, ആകയാൽ ജനിക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേലെ ആവശ്യിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധ ദൈവപുത്രൻ. ത്രിത്വം അവിടെ വന്നു, അല്ലെ? പരിശുദ്ധാത്മാവിൽ കടന്നു വന്നു, അല്ലെ? അപ്പൊ അതുപോലെ നമ്മളിലും ആ ആത്മാവിന് വലിയ അഭിഷേകം നൽകാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥനാനിരതരായിരിക്കണം. നമുക്ക് കുടുംബമുണ്ട്, വീട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടെയാണ് നമ്മുടെ പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം നമുക്ക് കറക്റ്റായിട്ട് ചൊരിയേണ്ടത്. അതിനായി നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു ഒരുങ്ങണം. ദൈവത്തിന്റെ ഹിതം അതാണ്. വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന്റെ എവിടെ പറയുന്നില്ലേ? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെ വായിച്ചു നോക്കാം നമുക്ക്. യോഹന്നാന്റെ സുവിശേഷം 16-ന്റെ. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ആ സന്തോഷം ആരും എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോടും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
നിങ്ങൾ എന്റെ നാമത്തിൽ അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം കണ്ടോ. അപ്പോ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പുത്രനായ ഈശോയുടെ മഹത്വത്തിൽ ഒട്ടിച്ചേർന്നുകൊണ്ട് പിതാവിനോട് ചോദിക്കുമ്പോൾ എല്ലാം നമുക്ക് നൽകുന്നു. അത് അവിടെ ഒരു വാഗ്ദാനം സത്യസത്യമായാണ് പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ത്രിത്വത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പിതാവായ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവിടെ ആ ത്രിത്വത്തിന്റെ സാന്നിധ്യം നമ്മൾ ചോദിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് അത് നിഷേധിക്കാൻ സാധിക്കില്ല, അല്ലേ? അപ്പോ ത്രിത്വത്തിന്റെ വലിയ അഭിഷേകം നമ്മൾക്ക് നൽകാനായിട്ട് എപ്പോഴും പരിശുദ്ധാത്മാവിന് നമ്മൾ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകും. ഇവിടെ ഇനി അതിന്റെ ബാക്കി നമ്മൾ റോമാക്കാർക്ക് ലേഖനത്തിലെ വരങ്ങളെ കുറിച്ചാണ്. റോമാക്കാർക്ക് ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 4 മുതൽ ഒന്നുകൂടി വായിക്കാം. റോമ 12-ന്റെ നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളോ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ തന്നെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും പ്രവചനവരം വിശ്വാസിക്ക് ചേർന്ന വിധം പ്രവചിക്കുന്നതിനും അധ്യാപനപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്ന നേതൃത്വം നൽകുവാൻ തീഷ്ണതയോടുകൂടി കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടും കൂടി പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ കളങ്കമായിരിക്കട്ടെ. മതി. അപ്പൊ നമ്മള് എന്താണ് പറയുന്നത്? നമ്മള് 8-ാമത്തെ വചനം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. തീഷ്ണതയോടെ കരുണ കാണിക്കാൻ പ്രസന്നതയോടും പ്രവർത്തിക്കട്ടെ. കണ്ടോ? അപ്പൊ നമ്മള് ത്രിത്വത്തിന്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ ഇത് നമുക്കൊരു പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കൂട്ടായ്മ ഉണ്ടാവേണ്ടത്. ഈ കൂട്ടായ്മയിലൂടെ ചിലപ്പോൾ രോഗികൾ കടന്നു വരാം. അവിടെ രോഗസൗഖ്യം നൽകാൻ നമുക്ക് അവിടെ കൃപ നൽകും. സൗഖ്യം നൽകാനുള്ള കൃപ തന്നിട്ടുണ്ട്. പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള കൃപ തന്നിട്ടുണ്ട്. സുവിശേഷം പ്രസംഗിക്കാനുള്ള കൃപ തന്നിട്ടുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ വലുതാണ്. ഇവിടെ പറയുന്നുണ്ട് 1 കൊറിന്ത്യസ് 12:14 3 മുതൽ വായിച്ചേ. 1 കൊരിന്ത്യസ് 14-ന്റെ 2 മുതൽ വായിച്ചു, അല്ലെങ്കിൽ 2 മുതൽ വായിച്ചു. 14 ഭാഷാമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടെ സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കും. അവൻ ആത്മാവിനെ രഹസ്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോടാണ്. ഇത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കും. ഭാഷാവർത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ പ്രവചിക്കുന്നതിനാകട്ടെ സഭയ്ക്കും നിങ്ങളെല്ലാവർക്കും അപ്പോ അവിടെ ഈ ഭാഷാവരമുള്ളവൻ കുറെ സ്തുതിക്കുമ്പോൾ അമ്മേനോട് കുറെ കൃപാവരങ്ങൾ ഓരോ വ്യക്തികൾക്കും അവിടുന്ന് കർത്താവ് തരികയാണ്. നമ്മള് എന്തായിരിക്കണം? നമ്മള് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അവിടെയാണ് നമുക്ക് കുറെ അഭിഷേകം നൽകുന്നത്, അല്ലേ? സാത്താനെ ബന്ധിക്കാനുള്ള വരം നമുക്ക് തന്നിട്ടുണ്ടോ? ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? പാടാണ്. അത് നമ്മൾ ഉപയോഗിക്കണം. രോഗസൗഖ്യം കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കണ്ടേ? പ്രവർത്തിക്കണ്ടേ? അതിന് പ്രാർത്ഥിക്കണം, അല്ലേ? സുവിശേഷം പ്രസംഗിക്കാൻ നമുക്ക് വരം തന്നിട്ടുണ്ട്, അതും പ്രസംഗിക്കണം. ആദ്യത്തെ വരം എന്താണ്? പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള വരാണ്. പിശാചുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെയാണ് നമ്മുടെ പിശാചുക്കൾ?
പിശാചുക്കള് നമ്മൾ തന്നെയാണ് പിശാച്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നിലെ തിന്മ പിശാചായി മാറും. ഇവിടെയാണ് നമ്മൾ വിവേചിച്ചറിയേണ്ടത്. എന്നില് കോപമുണ്ടെന്ന് വിചാരിക്കും. കോപം ആരുടെയാണ്? നുണ പറയുന്നൊരു വ്യക്തി ആണെങ്കിൽ അവൻ ആരാണ്? അല്ലേ? അപ്പൊ ഞാൻ എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഞാൻ ഏതവസ്ഥയാണോ, ഇവിടെ റോമാക്കാർക്ക് ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിന്റെ 7, 6, 7, 8 വരെ വായിച്ചാൽ നമുക്ക് ഏകദേശം ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ ദൈവത്തിന്റെ ശത്രുവാണ്. അത് ദൈവത്തിന്റെ കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ സാധിക്കുകയുമില്ല. പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിക്കുക സാധ്യം. മതി. അപ്പോ എന്താണ്? ഞാൻ ജഡത്തിലാണ് പ്രവർത്തിക്കുന്നെങ്കിൽ എനിക്ക് ദൈവാത്മാവിനെ കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഞാൻ ആരുടെ അയ്യപ്പോ? അവിടെയാണ് നമ്മൾ വിവേചിച്ചറിയേണ്ടത്. അപ്പോ ഈ വിവേചിച്ചറിയുന്നതോടൊപ്പം നമ്മൾ തിന്മയുടെ അശക്തികൾക്കാണ് അടിമപ്പെടുന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് നമ്മൾ കുമ്പസാരിക്കും. ഇവിടെ ഒരു അച്ഛൻ്റെ ഭൂതോച്ചാരണം നടത്തിയിരുന്നൊരു അച്ഛൻ്റെ പേര് ആ അച്ഛൻ അല്ലല്ല, ഒരു പ്രശസ്തനാണ്. അതായത് ആള് സ്പെയിനിലാണ് ആളുടെ എന്നിട്ട് തോമസ് അച്ഛൻ ഇവിടെയുള്ളതല്ല അച്ഛൻ. ഇത് ആള് മരിച്ചുപോയി. ആള് ഭൂതോച്ചാരണത്തിന്റെ ആളെ പിശാച് എടുത്തെറിയ, പിശാച് അയാളെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇയാളുടെ അടുത്തേക്ക് ഒരു പിശാച് ബാധിച്ചൊരു വ്യക്തി കടന്നു വരുന്നുണ്ടെങ്കിൽ അയാള് ആ വ്യക്തിയിൽ നിന്ന് പിശാചുക്കളെ ബഹിഷ്കരിക്കും. അത് ലൂസിഫർ ആയോട്ടെ, ഏത് തരക്കാരനായോട്ടെ, അങ്ങനെയുള്ള വ്യക്തിയാണ്. പക്ഷെ ഒരു ദിവസം ഈ അച്ഛന് ഒരു അനുഭവം ഉണ്ടായി. ഒരു പെൺകുട്ടിയെ, പിശാച് ബാധിച്ച ഒരു പെൺകുട്ടിയെ ഈ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഈ അച്ഛൻ ഈ പെൺകുട്ടിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ അച്ഛൻ ബന്ധിക്കാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ട് നോക്കിയപ്പോൾ ഈ പിശാച് ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിച്ചേ, നീ എന്താ ചിരിച്ച് ഇങ്ങനെ എന്നെ കളിയാക്കണേ? നീ കുട്ടിയിൽ നിന്ന് ഇറങ്ങി പോവില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പിശാച് പറഞ്ഞു, ഞാനും അച്ഛനും ഒരുപോലെയാണ്. അച്ഛനിൽ പാപം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ അച്ഛൻ ആകതായി. അച്ഛൻ ഓടിപ്പോയിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വന്ന് ഈ ബഹിഷ്കരണ പ്രാർത്ഥന നടത്തിയപ്പോൾ ഈ കുട്ടി റിലീസ്. അവിടെയാണ് അപ്പൊ നമ്മൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് അതിനെ ബഹിഷ്കരിക്കാനുള്ള വലിയൊരു ശക്തിയുണ്ട്. ഇവിടെ ഈ പറയുന്നല്ലോ, ഇവിടെ 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ളവന് വായിച്ചാൽ 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിന്റെ 2 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചാൽ ആരും നിങ്ങളെ ഒരു വിധത്തിലും ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്തിന് മനുഷ്യൻ പ്രതീക്ഷയുടെയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം എന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനയെ വിഷയമായിരിക്കുന്നതോ എല്ലാറ്റിനെയും അവ എതിർക്കുകയും
അവയ്ക്ക് വരെ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ലേ? കണ്ടോ? അപ്പോ ദൈവത്തിന്റെ സ്ഥാനത്ത് ആര് കയറിയിരുന്നു? അരാജകത്തിന്റെ ശക്തി കയറിയിരുന്നു. ഇവിടെയാണ് ഞാൻ ഒന്ന് സ്വയം മനസ്സിലാക്കേണ്ടത്. അപ്പോ ഞാൻ തന്നെ മാറ്റപ്പെട്ടില്ലെങ്കിൽ അവിടെ ആര് കയറിയിരിക്കും? അരാജകത്തിന്റെ ശക്തി കയറിയിരിക്കും, അല്ലേ? അതാണ് നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് എപ്പോഴും വേണം. അപ്പൊ നമ്മളെ സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളുടെ പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ നേർവഴിയോട് നയിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ സഹായകനാണ്, അല്ലേ? ഇവിടെ പറയുന്നില്ലേ? ഇവിടെ പറയുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം 19 വായിച്ചേ. ലൂക്ക 10:19 പാമ്പുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് കീഴടങ്ങുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ എന്നാൽ പിശാചുകൾ നിങ്ങളുടെ കീഴ്പ്പെടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക. അപ്പൊ കണ്ടോ, നമ്മൾ പിശാചുക്കളെ ബഹിഷ്കരിക്കുമ്പോൾ അവൻ തന്നെ നമ്മളെ തെറ്റായ രൂപത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ നമ്മളെ പേരെഴുതാനായിട്ട് നമ്മുടെ ഒരു പരിശുദ്ധാത്മാവ് വഴി നമ്മൾ പേര് ചേർക്കുമ്പോഴാണ് അവിടെ നമ്മൾ വിശദീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. നമുക്കത് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം. ഈ വരങ്ങളും നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശദീകരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാണെങ്കിൽ തിന്മയുടെ ശക്തികൾ ബഹിഷ്കരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ ഒരു തോമസ് അച്ഛൻ്റെ ഒരു കേസ് ബ്രദർ പറഞ്ഞില്ലേ, വാഗമണ്ണുള്ളത് പോയിട്ടുണ്ടോ? അവിടെ കേട്ടിട്ടുണ്ട്. ആ അച്ഛൻ ഇതുപോലെ ഭയങ്കര ഡെലിവറൻസിന്റെ ആളാട്ടോ. എന്താ കാരണം എന്ന് പറയുക, ഞാനൊരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഗാകുൽത്തേല് ഒരു കൗൺസിലറാണ്. ഞാൻ ബോംബെയിൽ നിന്ന് ഒരു ബിച്ചു എന്ന് പറഞ്ഞൊരു സഹോദരൻ വന്നു. അവൻ മലയാളം കുറച്ചറിയാം. അവന് അമ്മ മലയാളത്തിയാണ്, അപ്പൻ ഹിന്ദിയാണ്. ബോംബെയിലാണ് അവരുടെ വീട്. അപ്പോ ആ ധ്യാനത്തിന് വന്നത് എന്താ കാരണം വെച്ചാല്, അവന്റെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു നമ്മൾ വഴിമാറിയൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് വീണ്ടും തിരിച്ചു തരാം. പിശാചിലേക്ക് പോയി വലിയ വിഷയത്തിലൊക്കെ ആയിരിക്കാം എന്തോ. അപ്പോൾ മരങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ ഒരു ഭാഗം. അപ്പൊ ഈ ആള് വന്ന് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു, ഇങ്ങനൊരു സംഗതികൾ അപ്പൻ അങ്ങനെ പൂജയ്ക്ക് പോകുന്നുണ്ടോ, വീട്ടിൽ പൂജ നടത്തിയിട്ടുണ്ടോ ഒക്കെ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, വീട്ടിൽ പൂജ നടത്തിയിട്ടുണ്ട്. അതിന് പിന്നെ അപ്പനാണെങ്കിൽ പള്ളി മൂല കുമ്പസാരമില്ല ഒന്നും. പക്ഷെ അമ്മ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. കുമ്പസാരവും കുർബാനയും ഒറ്റ ദിവസം കുർബാന മുടങ്ങില്ല അങ്ങനെയുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ റൂമിൽ കിടക്കുമ്പോൾ ആരോ വന്ന് എൻ്റെ റൂമിൽ കട്ടിലും തട്ടിയിടും, പിന്നെ എന്നെ അടിക്കും, മാന്തും, ഇതൊക്കെ ചെയ്യും. അങ്ങനെ അയാളുടെ ഒരു കാണിച്ചത് പുറത്തും അതുപോലെ തന്നെ
ഈ നെഞ്ഞത്തൊക്കെ ഇങ്ങനെ നഖം കൊണ്ട് മാഞ്ഞിട്ടുള്ളൊരു അടയാളം. അതൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു ബോധമുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിൽ പൂജ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ പോവാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അവിടുന്ന് മാറി താമസിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കുന്നു തോന്നുന്നു. അപ്പോൾ ആള് ശരി മാറി താമസിക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു ജോലിക്ക് നിങ്ങളുടെ സ്ഥലത്ത് ഇയാളെ ഇങ്ങനെ വന്ന് പറഞ്ഞു. രാഹുലത്തിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ നമ്പറൊക്കെ ചോദിച്ച് നമ്പർ ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല. അങ്ങനെ എൻ്റെ ജോലി സ്ഥലത്ത് വന്നു. ആൾക്ക് അതുപോലെ വീണ്ടും അയാൾക്ക് അനുഭവം ഉണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പനോടൊന്ന് കുമ്പസാരിക്കാൻ പറയാൻ. അപ്പൻ കുമ്പസാരിച്ചു. പിന്നെ അപ്പന് അതൊന്നുമില്ല, ആ മേഖലയൊക്കെ വിട്ട് ഇപ്പൊ ആള് അമ്മയപ്പനൊക്കെ നല്ല പള്ളിയിലേക്ക് പോയി കുമ്പസാരൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ തോമസ് അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടത്. അപ്പൊ എന്താ വെച്ചാല് അവിടെ ഈ പിശാചുക്കൾക്ക് നമ്മൾ ആ സ്ഥലം വിട്ടുകൊടുക്കണം. അതായത് അവിടെ പൂജ കഴിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം അവൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നീ അവിടെ അതിപ്പോൾ എന്താ ചെയ്യുന്നത്? എനിക്കറിയില്ല, വേറെ പറ്റണില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ ബാംഗ്ലൂര് ഡെലിവറൻസ് നടത്തുന്ന സഭ അംഗീകരിച്ചിട്ടുള്ള സഭയുടെ അധികാരി നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഞാനത് അവർക്ക് വേറെ പിറ്റേ ദിവസം വരാൻ പറഞ്ഞിട്ട് എന്നെ വിട്ടപ്പോൾ ഞാനിത് അന്വേഷിച്ച് അവരുടെ ഇത് ഞാനും ഈ ഡെലിവറൻസിൻ്റെ ധ്യാനമൊക്കെ കൂടി ആ ഒരു സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അവരുടെ അഡ്രസ്സ് ഞാൻ അവിടുന്ന് മേടിച്ച് ഇയാൾക്ക് കൊടുത്ത് അയാളെ വിട്ടു. അയാളെ വിട്ടിട്ട് പിന്നെ ഒരു ദിവസം ഫോൺ ചെയ്തു, ഇങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല ബ്രദറായിരുന്നു. പിന്നെ ആളെ കണ്ടിട്ടില്ലൊന്നുമില്ല. അപ്പം നമ്മൾ പറയണത്, നമ്മൾ അധികാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ അധികാരം തിന്മയുടെ ശക്തി ഉപയോഗിച്ച് നമ്മളെ എപ്പോഴും ഉപദ്രവിക്കാനുണ്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുമ്പസാരത്തിൽ പറഞ്ഞ് മാറ്റിപ്പിടിക്കൊക്കെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമാണ് ഇവിടെ വന്നത്, അല്ലേ? അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും ഇത് ഇവിടെ പറയുന്നില്ലേ, മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അതിന്റെ 16 മുതൽ വായിച്ചു നോക്കിയ. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വചനം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളം അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ഇപ്പോ ഇത് പറഞ്ഞല്ലേ, അവർ എന്ത് കുടിച്ചാലും സർപ്പങ്ങളെ കൈയെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ. ഇവിടെ അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ പൗലോസ്ലീഹ മാൾട്ടാ ദ്വീപിൽ പോയിട്ട് അവരുടെ കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ട് അവർ മാൾട്ടാ ദ്വീപിൽ പോയിട്ട് തീ കായുമ്പോൾ അവിടെ ഒരു പാമ്പ് അല്ലേ വായിച്ചിട്ടില്ലേ 28-ാം അധ്യായത്തിലെ പാമ്പ് കയ്യിൽ. അപ്പോൾ അവിടെയുള്ളവർ വിചാരിച്ചു ഇവനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് എന്തായി, ആ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു. അപ്പോൾ അവിടെ പാമ്പിന്റെ വിഷമേറ്റ് മരിക്കുന്നുള്ള ധാരണ. പക്ഷെ അവരുടെ ആ പ്രവൃത്തി കണ്ടിട്ട്, പൗലോസിന്റെ പ്രവൃത്തി കണ്ട് അവർ വിചാരിച്ചു ഇവനൊരു ദേവനാണ്, അല്ലെ? അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെയുള്ളവരെ ആര് സുഖപ്പെടുത്താൻ തുടങ്ങി? പൗലോസ് സുഖപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ആർക്ക് ഉണ്ടായി? ഈ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലും പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഞാൻ ആരാണ്? നമ്മളിൽ 3 അരൂപി പ്രവർത്തിക്കും. അത് മനുഷ്യാരൂപി, ദൈവാരൂപി, ദുഷ്ടാരൂപി. ദൈവാരൂപി, ദുഷ്ടാരൂപി.
ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുക മനുഷ്യരൂപിയാണ്. അവന്റെ സംശയങ്ങളും ബുദ്ധിയും ചിന്തയും ഒക്കെ കടന്നു വരുമ്പോൾ ഇവിടെ ഇവിടെ ആദ്യമായി ചന്ദ്രനിൽ കയറിയ ഒരാളുടെ പേരെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ചന്ദ്രന്റെ കാലുകുത്തിയൊരു വ്യക്തി. അയാളുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ അതൊരു വചനപ്രഘോഷം പറഞ്ഞു കേട്ടുള്ളതാണല്ലോ. ഇയാൾക്ക് സമ്പത്തുകളൊക്കെ കുറേ ഉണ്ട്. കേട്ടത്? അപ്പോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ അയാൾ ഒരു പ്രഭാഷണത്തിൽ കേട്ടിട്ടുള്ളതാണ്. അയാള് കുറേ സമ്പത്തുണ്ട്. പക്ഷെ അയാൾക്ക് എന്തില്ല? മനസമാധാനം ഇല്ല. സ്വത്തുണ്ട്, ഒക്കെയുണ്ട്, അയാൾക്ക് സമാധാനം ഇല്ല. അപ്പൊ അയാളുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നമുക്കൊന്നൊരു സ്ഥലം വരെ പോവാന്ന് ചോദിച്ചു. അപ്പൊ ശരി, എന്തായാലും സമാധാനം. ആള് മദ്യത്തിനും അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അപ്പൊ അങ്ങനെ ആ കൂട്ടുകാരൻ വിളിച്ച് ഒരു വചനപ്രഘോഷകന്റെ അടുത്തേക്ക് ചെന്നിട്ട് നോക്കിയപ്പോ അയാൾ നല്ലൊരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ പ്രസംഗം കേട്ടപ്പോ ഇയാൾക്കൊരു മാറ്റം മനസ്സിൽ തോന്നി. അയാൾ അപ്പൊ പറഞ്ഞു, എനിക്കൊന്നുകൂടി കേൾക്കണം, അല്ലെങ്കിൽ ഇത് അറിയണം എന്ന് പറഞ്ഞു. അയാള് ഈ പ്രഭാഷകൻ ചെയ്ത ആളെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ ഇയാൾക്ക് നല്ലൊരു സന്തോഷം, സമാധാനമൊക്കെ കടന്നു വന്നു. അയാൾ പിന്നെ ഒരു സുവിശേഷ പ്രസംഗനായി എന്നാണ് പറയുന്നത്, എനിക്കറിവില്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോ അവിടെ പരിശുദ്ധാത്മാവ് അയാളെ പ്രവർത്തിച്ചപ്പോൾ അയാളും മാറ്റപ്പെടും, അല്ലേ? നമ്മളെ പ്രവർത്തിക്കില്ലേ, അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യരൂപിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുക മനുഷ്യരൂപിയാണ്. അതായത് അവന്റെ ബുദ്ധി, അവന്റെ ചിന്ത, അവന്റെ പ്രവൃത്തി, അവന്റെ നോട്ടം, സംസാരം, നടപ്പ്, ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു വലിയൊരു പ്രവണതയായി മാറുമ്പോൾ അവിടെ എന്തായി? മനുഷ്യാരൂപി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ദുഷ്ടാരൂപി അവനിലൂടെ പ്രവർത്തിക്കും. എന്നാൽ അല്പസമയമൊക്കെ നമുക്കും വേദനകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരാം. പക്ഷെ എന്തായിരിക്കണം? വീണെടുത്ത് നമ്മൾ എണീക്കാൻ തയ്യാറായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറായിട്ട്. ഇവിടെ പറയുന്നില്ലേ, വീണോടത്ത് വീണ്ടെടുക്കുമ്പോൾ സങ്കീർത്തന പുസ്തകത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം വായിച്ച്. സങ്കീർത്തന പുസ്തകം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം വായിച്ച്. ദൈവം മറന്നിരിക്കുന്നു, അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്, അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു. അല്ല, അവിടെ പറയുന്നുണ്ട് 13, ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുത്തെ കണക്ക് ചോദിക്കുകയില്ല എന്ന് ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങ് കാണുന്നുണ്ട്, കഷ്ടതകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും അങ്ങ് അവ ഏറ്റെടുക്കും, കാണുന്നുണ്ട്. നിസ്സഹായകൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനാഥന് അവിടുന്ന് സഹായകനാണ്. പിന്നെ പറയാണെന്ന്, ദുഷ്ടന്റെയും അധർമ്മിയുടെയും വിജയം തകർക്കണമേ, ദുഷ്ടതയ്ക്ക് അറുതി വരുത്തുന്നവരെ അത് തിരിഞ്ഞ് നശിപ്പിക്കണമേ. കണ്ടോ? അപ്പോ എന്താണ് പറയുന്നത്? അവിടെ വലിയൊരു തിന്മയാണ് അവിടെ പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പോ ദുഷ്ടൻ ഞാൻ തന്നെയാണെന്നുള്ളൊരു ബോധ്യം വരുമ്പോൾ ഞാൻ ദുഷ്ടതയ്ക്ക് മാറ്റം വരുത്താൻ ഞാൻ തയ്യാറാവണം. അതിനിടയിൽ പറയുന്നില്ലേ 14-ാമത്തെ, അങ്ങ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും, നിസ്സഹായം തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സഹായകനായി നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായി തീരണം? നമുക്ക് ഇവിടെ പറയുന്നില്ലേ, നമ്മൾക്ക് കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ, ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ
അവിടെയെല്ലാം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്, വ്യക്തിത്വമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരിക്കലും തിന്മയിലേക്ക് ചായാതെ നന്മയിലേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? നമ്മുടെ ചിന്തയും ഭാവനയൊക്കെ വിട്ട് ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. അത് ഉറപ്പാണ്. അത് ഉറപ്പെന്ന് പറഞ്ഞാൽ വലിയൊരു ഉറപ്പ് തന്നെയാണ് അവിടെ നമുക്ക് തരുന്നത്. കർത്താവ് ഇവിടെ അതിൻ്റെ പത്താമത്തെ നിസ്സഹായം ഞെരിഞ്ഞമർന്നു പോകുന്നു, ദുഷ്ടന്റെ ശക്തിയിൽ അവൻ നിലംപതിക്കുന്നു. കണ്ടോ? അപ്പൊ ദുഷ്ടന്റെ നമ്മള് അധംപതനത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. എന്ത്? ദുഷ്ടതയുടെ. ഇവിടെയാണ് നമ്മൾക്ക് മാറ്റം വരേണ്ടതും മാറ്റപ്പെടേണ്ടതും. കർത്താവിന്റെ വലിയ അഭിഷേകം നമ്മളിലുണ്ടെങ്കിൽ കർത്താവിന്റെ വലിയ കൃപ നമ്മളിലൂടെ ചൊരിയാൻ തുടങ്ങും. നമുക്ക് തന്നിട്ടുണ്ടല്ലോ പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവെ തെറ്റുപറ്റിയെന്ന് പറയാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളെ നേർവയിലൂടെ നയിക്കും. അതാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന, ഇവിടെ പറയുന്നില്ലേ 1 കൊരിന്ത്യർ 3:16 ഒന്ന് വായിച്ചാൽ. അതുപോലെ തന്നെ വെളിപാടിന്റെ പുസ്തകം 21:3 ഒന്ന് വായിക്കാൻ നമുക്ക്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. കണ്ടോ? നമ്മളാണ്. അപ്പൊ ദൈവത്തിന്റെ ആലയം നമ്മൾ നശിപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ വിട്ടുകൊടുക്കാണ് തിന്മയുടെ ശക്തികളൊക്കെ. ഇവിടെ വെളിപാടിന്റെ പുസ്തകം 21:3 വായിച്ചാൽ. നിസ്സഹായ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, അല്ലെ? അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് ആയിരിക്കും കൂടെ ചെയ്യും. കണ്ടോ? അപ്പോ എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ കൂടാരം മനുഷ്യരാണ്. ഇതിനെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകും. നമുക്ക് വേണ്ടി കർത്താവ് കരയുന്നേ. തിരിച്ചു പോവാ മക്കളെ, തിരിച്ചു. ഇവിടെ പറയുന്നില്ലേ, ഇവിടെ 1 യോഹന്നാന്റെ ലേഖനത്തിലെ 3-ാം അധ്യായത്തിന്റെ 1 വരെ വായിച്ചാൽ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ വായിച്ചാൽ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ്. കാലം ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയോടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് പോലെ തന്നെ വിശുദ്ധനാക്കണം. അപ്പൊ നമ്മളെ പരിശുദ്ധാത്മാവ് വിശുദ്ധിയിലേക്ക് അല്ലെ, വിശുദ്ധിയിലേക്ക് അല്ലെ. അവിടെ പറയുന്നല്ലേ, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിച്ചത്, അല്ലെ? നമ്മൾ 1 തിമോഥെയോസ് 4:6 വചനം, അല്ലെ? വിശുദ്ധിയിലേക്കാണ് വിളിച്ചത്. ആ വിശുദ്ധി നമ്മളെപ്പോഴും പരിപാലിച്ച് മുന്നോട്ട് പോകണം. അത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകമാണ്. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവുമായൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മൾ ആ തിന്മയുടെ ശക്തികൾ കുറേശ്ശെ നമ്മളിത് മാറ്റപ്പെട്ടു പോകും. ഇവിടെ പറയുന്നില്ലേ, സങ്കീർത്തനം 51:5 പറയുന്നില്ലേ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ പാപിയാണ്. ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകാനാണ് നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കേണ്ടത്, അല്ലേ? അപ്പോ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ പാപത്തിന്റെ അടിമയാണെന്ന് പറയുമ്പോൾ പാപമില്ലാത്ത ഒരു വ്യക്തി പരിശുദ്ധ അമ്മ മാത്രമാണ് ഉള്ളത്.
എന്നാൽ ഈ ആത്മാവ് നമ്മളോട് ചേർന്നിരിക്കുമ്പോൾ നമ്മളെ സാക്ഷ്യപ്പെടുത്താനായിട്ട് പരിശുദ്ധാത്മാവ് കർത്താവിന്റെ കരുണ നമ്മളിലേക്ക് ഒഴുകാൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകമാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളെ തീരണം. ഓരോ ദിവസത്തിൽ കുർബാനയിലൂടെ ഓരോ ദിവസം മുമ്പ് കുർബാനയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ തിരുശരീര രക്തം തന്നുകൊണ്ടിരിക്കുന്നതോടൊപ്പം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമുക്ക് ഓരോ ദിവസം തന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവോട് ചേർന്ന് നിൽക്കണം. ഇവിടെ 1 കൊറിന്ത്യോസിന്റെ ലേഖനത്തിലെ 14-ാം അധ്യായത്തിലെ പറയുന്നതാണ്, ആ 23-ാമത്തെ, ആകയാൽ സഭ മുഴുവൻ സമ്മേളിച്ചിരിക്കെ ഓരോരുത്തരും പരത്തോട് സംസാരിക്കുന്നതായി നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയുകയില്ലേ? എല്ലാവരും പ്രചോദന അവസരത്തിലാണ് അജ്ഞനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതും അവന് കാരണമാകും. അവനെ അങ്ങനെ നാം സാഷ്ടാംഗപ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളുടെ ഇടയിൽ വ്യാപിക്കാനും ഇടയാക്കും അല്ലെ? ദൈവം നമ്മളിലുണ്ടെന്ന് നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോ ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഞാനിതിപ്പോ എൻ്റെ സാത്താന്റെ റൂട്ട് മാറ്റി, ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ റൂട്ട് മാറ്റിയാണ്. നമ്മള് പരിശുദ്ധരായിരിക്കുന്നത് പോലെ നമ്മള് വികാരങ്ങൾക്കൊക്കെ അടിപ്പെടുമ്പോ ഒരു നുണ പറയുന്ന വ്യക്തിയാണെങ്കിൽ, അത് ഞാൻ നേരത്തെ ചോദിച്ചു, നുണ പറയുന്ന ഒരു വ്യക്തിയിൽ എന്താണ് അല്ലെ? അവൻ തിന്മയുടെ ശക്തിയാണ് അല്ലെ? നേരത്തെ പറഞ്ഞു നമ്മൾ വായിക്കാനായിട്ട് നിർത്തിയത്, പക്ഷെ അത് മാറ്റപ്പെട്ടു പോയി. എന്നാലും അത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. 8:45. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. അല്ല, ഈ 44, നിങ്ങളുടെ പിതാവായ പിശാചുള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതലേ കൊലപാതകനാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിന്നിട്ടില്ല. എന്നാൽ അവന് സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നിങ്ങളുടെ പിതാവുമാണ്. കണ്ടോ? അപ്പോ നമ്മള് ഓരോ ദിവസം വിശദീകരിക്കുമ്പോൾ നമുക്ക് മാറ്റപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോ നമ്മള് പിശാചിനെ നമ്മളെ വിട്ടുകൊടുക്കരുത്. ഒരു ദിവസത്തിലേക്ക് 1 മണിക്കൂറേക്കുള്ള നമ്മൾ ദൈവമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കണം. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം വേണം. നമുക്ക് ദൈവത്തിന്റെ വലിയ അഭിഷേകം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. കൂട്ടായ്മ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. കൂട്ടായ്മയിലൂടെ വലിയ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞത് പിശാചുക്കളെ ഉപേക്ഷിച്ച് കൂട്ടായ്മയിലൂടെ ഈ സക്രിയ തടത്തിൽ അച്ഛണ്ടായിരുന്നു. അത് കേട്ടിട്ടുണ്ടാ? സക്രിയ തടത്തിലച്ഛൻ ഇതുപോലെ ഡെലിവറൻസിന്റെ ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യമൊക്കെ ഒരു കൊല്ലത്തിൽ 2-3 പ്രാവശ്യമൊക്കെ സക്രിയ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. അച്ഛൻ്റെ ഒരു ധ്യാനം കൂടി ഭയങ്കര പവറാണ് സക്രിയ തടത്തിൽ. ആള് ഞാൻ കണ്ടിട്ടുണ്ട്.
ഈ എന്താ പറയാ, പൈശാശക്തി പിടിച്ച അനേകരെ കീഴ്പ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ പോക്കറ്റിലൊരു കൊന്ത, കയ്യുമൊരു കൊന്ത, 2 കൊന്ത, കാലുമൊരു കൊന്ത, 2 കയ്യിലും കൊന്തകൾ ഒക്കെയാണ്. ആള് പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ് ആള് ഈശോയില്ലെന്നല്ല പറയണേ, ഈശോയും പരിശുദ്ധ അമ്മയാണ് ഏറ്റവും കൂടുതൽ ഈ ബഹിഷ്കരണ പ്രാർത്ഥന നടത്തുന്നത്. അച്ഛൻ്റെ ധ്യാനം ഏകദേശം ഒരു 3/4 കണ്ട്, അതായത് 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം തൊട്ട് ആൾക്കാർ ഇങ്ങനെ പാമ്പെഴണ പോലെ ആൾക്കാർക്ക് വരും. പാമ്പെഴണ പോലെയൊക്കെ ആൾക്കാർ വരും. ഒരു ദിവസം ഞാൻ നമ്മുടെ ഇല്ലത്തോട് ധ്യാനം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പിശാചിനെ ബഹിഷ്കരിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയില്ല. അയാള് ഭജനം വെച്ച് ബന്ധിക്കാൻ തുടങ്ങി അച്ഛൻ. അപ്പോൾ ആള് പറഞ്ഞു, ഞാൻ ലൂസിഫറാന്ന് പറഞ്ഞു. ഞാൻ ലൂസിഫറാണെന്ന്, എന്നെ നിനക്ക് വിടാൻ പറ്റില്ല. ആഹാ. അപ്പം അച്ഛൻ ബന്ധനവചനങ്ങൾ ഇങ്ങനെ സാരഭക്ഷയിലാണ്ട് ബന്ധനവചനങ്ങൾ ഇങ്ങനെ അമ്പേനെ പോലെ അങ്ങനെ വചനങ്ങൾ വെച്ച് പറഞ്ഞു. മതി മതി എന്ന് പറഞ്ഞു. ആര്? സാത്താൻ. അപ്പോൾ പറഞ്ഞു, നീ ഇനി വിട്ടു പോകണം, പോയേ മതിയാവുള്ളൂ. അപ്പോൾ ഞാൻ നീ എനിക്കൊരു അടയാളം കാണിച്ചു തന്നിട്ടാണ് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് പോണില്ല. ഇനി നീ പോയില്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ ഞാൻ വിളിച്ച് ഈശോയോടും പരിശുദ്ധ അമ്മയോടും ചേർന്ന് തന്നെ ബന്ധിക്കാനാ പോണേ പറഞ്ഞു. നിന്നെ ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാത്താൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയെ വിളിക്കില്ല, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ അടയാളം തരണം പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്താ അടയാളം? അപ്പോൾ അച്ഛൻ പറഞ്ഞു, മാതാവിൻ്റെ അവിടെ ഇരിക്കുന്ന വെളുക്ക് ഊതി നീ ഇവിടുന്ന് പോകണം. അല്ല, വെളുക്ക് കെടുത്തി പോകണം എന്ന് പറഞ്ഞു. ഊതല്ല, കെടുത്തി പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ മാതാവിൻ്റെ അവിടെ വെച്ചിരുന്ന വെളുക്ക് ഈ പാമ്പ് എണ്ണ പോലെ വീണ്ടും വന്ന് ഈ മാതാവിൻ്റെ അവിടെ കയറി ആ വെളുക്ക് ഊതല്ല എന്ത് ചെയ്ത് അത് വെളുക്ക് കെടുത്തി ഈ പെണ്ണ് ഓർമ്മയില്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ അതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. സക്രിയച്ചൻ്റെ തടത്തിൽ സക്രിയച്ചൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ഈ ബഹിഷ്കരണ പ്രാർത്ഥന നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളതിനെ ബന്ധനവചനങ്ങൾ നമുക്ക് എപ്പോഴും വചനം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. വചനം വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. എല്ലാ അധികാരങ്ങളും നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും ഈശോ വചനം വെച്ചുകൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുള്ളത്, സൗഖ്യപ്പെടുത്തിയിട്ടതൊക്കെ. ആ വചനത്തിൻ്റെ വലിയ ശക്തി നമുക്ക് നേടിയെടുക്കാനായിട്ട് നമ്മളും എന്തായിരിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കല്ലാണ്ട് നമുക്ക് സൗഖ്യങ്ങളൊക്കെ നൽകാം, വചനം വെച്ച് സൗഖ്യപ്പെടുത്താൻ ഒക്കെ ഉണ്ട്. പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു ബന്ധം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, റൂട്ട് കർത്താവ് മാറ്റി തന്നതാണെന്നോ എനിക്കറിയില്ല. അപ്പോൾ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് വന്നു. അതെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവുമായി ദൈവക്കുമ്പോൾ നമ്മളിലുള്ള തിന്മയുടെ ശക്തികൾ നമ്മൾ എടുത്തു കളയാനായിട്ട് എപ്പോഴും നമ്മൾ പ്രാപ്തരാക്കണം കേട്ടാ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ? കർത്താവായ ഈശോയെ സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 Hallelujah, 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 കർത്താവിന്റെ വലിയ ശക്തി ഇപ്പോൾ വ്യാപരിക്കണം. അഭിഷേകം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. രഹസ്യം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിന്ന് കേട്ട വചനങ്ങളിലെ നമ്മുടെ ചിന്ത ഭാവനകൾ തെറ്റായ രൂപത്തിൽ കടന്നുകളെല്ലാം
പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ട് അത് ഈശോയുടേതാക്കി മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിചയക്കാരിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ആരെങ്കിലും കൊന്ത പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ടുള്ള കുടുംബങ്ങളുണ്ടാവും. അങ്ങനെ ഒരാൾ കർത്താവ് കാണിച്ചിട്ടില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ട് അങ്ങനെ. അതായത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി കൊന്ത വലിച്ചെറിഞ്ഞ ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവിച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിവുണ്ടോ? രണ്ടാളങ്ങനെയുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോളാം. അവരുടെ മനസ്സ് ഈ പരിശുദ്ധ അമ്മയിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥയാണത്. അപ്പൊ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഏട്ടാ. കർത്താവായ യേശുവേ ഹല്ലേലൂയ ഈ റോസിലി എന്ന് പറഞ്ഞ വല്ലവരുണ്ട്? റോസിലി അങ്ങനെ വല്ലവരുണ്ട് നമ്മുടെ കൂട്ടായ്മയിലെ? ആ റോസിലിക്ക് വേണ്ടി റോസി ആ റോസിക്ക് നഴ്സാണോ അവള്? ഒരു നഴ്സാണ് റോസിലി എന്ന് പറഞ്ഞൊരാള്, നഴ്സ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആള് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു അവസ്ഥയാണ് കാണിച്ചു തരുന്നത്. ചിലപ്പോൾ ആളുടെ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, എന്തോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. ഈ റോസിലി നഴ്സാണ് ഏട്ടാ. അവർക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ ഈ നഴ്സുമാർ വല്ലവരും ഉണ്ടോ? അവരുടെ ചിലപ്പോ വിളിപ്പേരോ എന്താണെന്നറിയില്ല ഏട്ടാ. കർത്താവേ നേരത്തെ കൊന്ത പൊട്ടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് രണ്ടുപേരും ഞാൻ പ്രാർത്ഥിക്കാൻ പോയതാ. ഒരു വീട്ടില് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ബ്രദർ വിളിച്ച് പറഞ്ഞിട്ട് പോയിട്ട് നോക്കുമ്പോ അവരിങ്ങനെ കൊന്തയ്ക്ക് പൊട്ടിച്ച് വലിച്ചെറിയുന്ന രീതിയിൽ നിൽക്കാം. പിന്നെ വേറൊരു ഇത് കേട്ടിട്ടുള്ളതാ. പക്ഷെ നമ്മളുടെ ഒരു ബന്ധുവാണ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവര് വചനം വെച്ചിട്ട് പ്രാർത്ഥിച്ചോളൂ അവർക്ക് വേണ്ടിട്ട് കേട്ടോ. രഞ്ജിനി എന്തോ പറഞ്ഞു. രഞ്ജിനി എന്തോ പറയാൻ വന്നു. രഞ്ജിനി സിസ്റ്റർ ഇല്ലില്ല, ഞാൻ നേഴ്സുമാരുണ്ടോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. ഈ രഞ്ജിനിയുടെ അപ്പനെ, ഹലോ, രഞ്ജിയുടെ അപ്പൻ ഈ അമ്പലമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഹലോ, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ അതൊന്ന് കുമ്പസാരത്തിൽ നിന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അവര് ഹിന്ദുക്കളാണ്, കൺവേർട്ട് ചെയ്തിട്ടില്ല. അല്ലേ? അപ്പൊ ആരെങ്കിലും ഒരു കൗൺസിലിംഗ് നടത്തിയോളാം. എന്നിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് നമുക്ക് വീട്ടിൽ നടക്കണം. മരിച്ചുപോയി. ഇയാളെ കുഴപ്പമില്ല. എന്താ വെച്ചാല് ആ ഒരു കുടുംബത്തിലത്തെ ഒരു മാറ്റപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഏട്ടാ, കർത്താവിന്റെ ഈ രഞ്ജിനി കൗൺസിലിംഗ് നടത്തിയാൽ മതി കേട്ടോ. അപ്പൊ മാറ്റപ്പെടും കർത്താവിന്റെ. ഈ രഞ്ജിനിയുടെ എത്ര മക്കളാ രഞ്ജിനിക്ക്? 2 പേര്. അബോർഷനായിണ്ടോ? ഉണ്ട്. അത് നിങ്ങൾ സ്വയം അബോർഷനാക്കിയതാണോ?
വളർച്ചയില്ലാഞ്ഞിട്ട് പറഞ്ഞിട്ട് അബോഷനാക്കിയതായിരുന്നു. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം തന്നതല്ലേ. ദൈവത്തിന്റെ ആത്മാവല്ലേ കുട്ടിയിൽ. കുട്ടിക്ക് മാപ്പ് ചോദിച്ച് ഈശോയുടെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. ആ കുട്ടി സ്വർഗത്തിലാണ്. എന്നിരുന്നാലും നമ്മുടെ ഒരു എന്താ പറയാ തെറ്റായൊരു ബോധ്യം കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിച്ചൊരു അവസ്ഥയാണ്. ഏട്ടാ വിടുതൽ കിട്ടും. വിടുതലുണ്ട്, ഇല്ലാന്നല്ല പറഞ്ഞു. ഓക്കെ, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണയുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, Thank you, my Lord Jesus. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ അങ്ങയുടെ നാമം പൂജയുടെ രാജ്യം വരണമേ. തിരുമന സഹസ്രത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് രക്ഷിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവിന്റെ കൂടെ ഫലമായ ഈശ്വരനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവിന്റെ കൂടെ സ്ത്രീകളിൽ തിരുബലമായ ഈശ്വരനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവിന്റെ കൂടെ സ്ത്രീകളിൽ തിരുബലമായ ഈശ്വരനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവിന്റെ കൂടെ തിരുബലമായ ഈശ്വരനാകുന്നു. നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവിന്റെ കൂടെ തിരുബലമായ ഈശ്വരനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവിന്റെ കൂടെ തിരുബലമായ ഈശ്വരനാകുന്നു. നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവിന്റെ കൂടെ തിരുബലമായ ഈശ്വരനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവിന്റെ കൂടെ തിരുബലമായ ഈശ്വരനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവിന്റെ കൂടെ തിരുബലമായ ഈശ്വരനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീ കർത്താവിന്റെ കൂടെ തിരുബലമായ ഈശ്വരനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പരിശുദ്ധ ജപമാലരാജ്ഞിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് എടുത്തപ്പോ പിശാചിന്റെ കൊണ്ടുവന്നു. അപ്പൊ ക്ഷമിക്കുക. കർത്താവിന്റെ ചിലപ്പോ വഴിത്തിരിവായിരിക്കാം. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. റൂട്ട് മാറ്റി തന്നിട്ട് തന്നത്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കാം. ഓക്കെ.
അപ്പൊ കാണാം കേട്ടാ. ശരി. നേരത്തെ വയറും ഓപ്പറേഷൻ ചെയ്ത ഒരു സ്ത്രീയെ കുറിച്ച് ചോദിച്ചില്ലേ? അവര് വന്നിട്ടുണ്ട്, ഇപ്പൊ കേറിയിട്ടുണ്ടായിരുന്നു അല്ലേ? മാത്യു ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവര്. എന്തായാലും കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയില് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത്ര അധികം മെസ്സേജൊക്കെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരിക്കുമ്പോ തന്നെ മെസ്സേജ് തരാന്ന് പറഞ്ഞ നല്ല അനുഗ്രഹമുള്ള കൂട്ടായ്മയാണ്. കൂട്ടായ്മ നമ്മൾ ശക്തിപ്പെടുത്തുക. അപ്പൊ എല്ലാവരും പരസ്പരം ഒന്നും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേ നമ്മുടെ കൂട്ടായ്മയിൽ ഒന്നും കൂടി ശക്തിപ്പെടുത്താൻ നോക്കാം. അപ്പൊ നമ്മള് 10 ആളുള്ളെങ്കിലും അത് കണക്കാക്കണ്ട. 10 ആള് അല്ലെങ്കിൽ 10 ആള് ഓരോരുത്തരെ കൊണ്ടുവന്നാൽ നമുക്ക് 20 ആളെ. അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഫോൺ ചെയ്ത് വിളിക്കാം. ഇത് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ, ഇന്ന് കയറുള്ള കേട്ടോ. ചിലപ്പോൾ 3 പ്രാവശ്യം വിളിക്കേണ്ടി വരും, കുഴപ്പമില്ല. കർത്താവ് അവരെ പ്രവർത്തിക്കുന്നേ ഏടാ. ഓക്കെ. അപ്പൊ നിങ്ങൾ എനിക്കൊരു പ്രാർത്ഥിക്കാം. ഓക്കെ. നമുക്കെല്ലാവർക്കും കുടുംബത്തിനും വേണ്ടി